ഹായ് ഡിയേഴ്സ്, ബ്രോഡാഡ് വിത്ത് ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ ഒരേപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ക്രിസ്പി ആയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് വടയാണ് ഇത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇത് സാധാരണ ഒരു പരിപ്പ് വടയല്ല കേട്ടോ, ഹെൽത്തി ആയിട്ടുള്ള ഒരു പരിപ്പ് വടയാണ്. അതിനായിട്ട് ആദ്യം ചെയ്തത് 1 ഗ്ലാസ് അളവിൽ കടലപ്പരിപ്പ് എടുത്തിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളമെല്ലാം നന്നായിട്ട് തന്നെ കളഞ്ഞ് ഡ്രൈ ആയി എടുക്കുന്നുണ്ട്. അതിനുശേഷം മിക്സഡ് ജാറിലേക്ക് 1 ഉണക്കമുളകും 1/2 സ്പൂണ് വലിയ ജീരകവും ആഡ് ചെയ്തിട്ട് അതിന്റെ കൂട്ടത്തിലേക്ക് പരിപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ചതച്ചെടുത്ത പരിപ്പിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാറുള്ളത് 2 വലിയുള്ളിയും 1 കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ചെറുതായി അരിഞ്ഞതും 5-6 വെളുത്തുള്ളിയും 1 പച്ചമുളകും കൂടെ ചതച്ചെടുത്തിട്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പരിപ്പ് നമ്മൾ നന്നായിട്ട് തന്നെ കുതിർത്തെടുത്തത് കൊണ്ട് തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് 2-3 തവണ ഒന്ന് കറക്കി മാത്രമാണ് എടുത്തത്. അത് ഒരുപാട് അരഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ പരിപ്പ് വടയ്ക്ക് അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അതേപോലെ തന്നെ എരിവ് നമുക്ക് വളരെ കുറച്ച് വേണ്ടത് കൊണ്ട് മാത്രമാണ് നമ്മൾ 1 ഉണക്കമുളക് ആഡ് ചെയ്തത്. എരിവ് കൂടുതലായിട്ട് വേണ്ടവർക്ക് പച്ചമുളകാണെന്നുണ്ടെങ്കിലും ഉണക്കമുളകാണെന്നുണ്ടെങ്കിലും കൂടുതലായിട്ട് തന്നെ ആഡ് ചെയ്യാം കേട്ടോ. വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചെടുത്തതിന്റെ കൂടെ തന്നെ കറിവേപ്പിലയും മല്ലിയിലയും ചെറുതായി അരിഞ്ഞതും 1 നുള്ളു കായപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ ഇന്നത്തെ പരിപ്പ് വടയിലെ മെയിൻ ഐറ്റം ആഡ് ചെയ്യാൻ പോകുന്നത്. ആ മെയിൻ താരം ഈ വാഴപ്പൂവാണ് കേട്ടോ. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു വാഴപ്പൂവ് ആയതുകൊണ്ട് തന്നെ അതിന്റെ പകുതി ഭാഗം മാത്രമാണ് നമ്മളിപ്പോ വടക്കായിട്ട് എടുക്കുന്നുള്ളൂ. ഈ വാഴപ്പൂവ് വൃത്തിയാക്കി എടുക്കല് കുറച്ചധികം സമയമെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുണ്ടെങ്കിലും ഇത് കഴിക്കുമ്പോഴുള്ള ഗുണങ്ങള് ഒരുപാടാണല്ലോ. നമ്മളിത് വൃത്തിയാക്കി എടുക്കുമ്പോൾ ചെയ്യാറുള്ളത് അതിനകത്തുള്ള കട്ടിയിലുള്ള ഒരു കോല് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അതും അതിന്റെ കൂട്ടത്തിൽ തന്നെ പുറത്തുള്ള ഒരു തോല് പോലത്തെ ഒരു സംഭവം കൂടിയിട്ട് പറിച്ചെടുത്ത് കളയലാണ്. ഓരോ പൂവിന്റെ ആയിട്ട് ഇതുപോലെ ഓരോന്നായി എടുത്ത് കളയുന്ന സമയത്ത് കുറച്ചധികം തന്നെ സമയം എടുക്കൂലോ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ വാഴപ്പൂവായതുകൊണ്ട് അതിന്റെ പകുതി മാത്രം ഭാഗമാണ് ഇപ്പൊ നമ്മൾ കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതായത് പരിപ്പ് ചതച്ചെടുത്തതിന്റെ അത്രയും ക്വാണ്ടിറ്റിയിൽ തന്നെ ഈ വാഴപ്പൂവ് കൂടെ എടുത്തിട്ടുണ്ട്. ഇതിനെ കൂടെ നമ്മൾ ചതച്ചെടുത്തതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്ത ശേഷം ഇവിടെ അമ്മ ചെയ്യാറുള്ളത് കയ്യിൽ 1 ഡ്രോപ്സ് എണ്ണ ആക്കിയ ശേഷം ഒരു ഉരുളയായിട്ട് ഇതിനെ കുഴച്ചെടുക്കും. അതിനുശേഷം കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുക്കും. പരിപ്പ് വട നല്ല മുരിഞ്ഞ് വരാനായിട്ട് അധികം വലുപ്പോ കട്ടിയോ ഇല്ലാതെ തന്നെയാണ് കേട്ടോ ഇപ്പൊ പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ എണ്ണ ചൂടായി വരുമ്പോ അതിലേക്ക് ഇട്ടിട്ട് വറുത്ത് കോരി എടുക്കാം. വാഴപ്പൂവൊക്കെ അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ. അത് ഉപ്പേരി ഉണ്ടാക്കിയാല് കുട്ടികളൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടില്ല. ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഒരുപാട് ഇഷ്ടത്തോടെ തന്നെ ഇതൊക്കെ കഴിക്കുകയും ചെയ്യും. 10-15 മിനിറ്റിൽ തന്നെ ഉള്ളെല്ലാം വന്ന് ക്രിസ്പിയായി പരിപ്പ് വട സെറ്റായി വരും കേട്ടോ. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.